അച്ഛൻ എവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എന്തു പറ്റി മോളെ? നീ ചേച്ചിമാരുടെ ഒപ്പം ആയിരുന്നല്ലോ. അതെ, അപ്പഴാ ഫ്രണ്ട്സ് അർജുന അരവിന്ദൊക്കെ വന്നേ. അവരെ ഗോകുലേട്ടൻ ക്ഷണിച്ചതാ. ജീവൻ രാജിനെ കോളേജ് അനുമോദിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അർജുനന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ അച്ഛനും മോളും സംസാരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. നമ്മളെ നമുക്ക് അങ്ങോട്ട് നീ. ഇത് നോക്കച്ച, കോളേജിലെ പ്രിൻസിപ്പള്. ഇത് PTA പ്രസിഡന്റാ. ഇതിലിപ്പോ മോളെന്തിനാ ഇത്രയും താല്പര്യം കാണിക്കുന്നത്? അവൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അതിനുള്ള അംഗീകാരങ്ങളും കിട്ടി. മോൾ അനുവാദം കൊടുത്തുകൊണ്ട് കോളേജില് അവനൊരു സ്വീകരണവും ലഭിച്ചു. എന്നുവെച്ച് ജീവൻ രാജിനെ പഴയ ജീവൻ രാജായി കാണാൻ നീ ആഗ്രഹിക്കരുത്. അങ്ങനെയല്ല അച്ഛ, ഈ ഫംഗ്ഷനിൽ വെച്ച് ജീവൻ രാജ് എന്നോട് ചെയ്ത തെറ്റിന് പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. അതൊരു വലിയ മനസ്സല്ല അച്ഛ. ജീവൻ രാജിന് തുടർന്ന് പഠിച്ച് IAS എടുക്കണം എന്നൊക്കെ ആഗ്രഹം. നമ്മൾ കൊടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട അയാൾക്ക് അതിനൊന്നും കഴിയില്ല അച്ഛ. മോളെ, നമ്മൾ അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തൊന്നും അല്ലല്ലോ. അവൻ നിന്നോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാ. ജീവൻ രാജ് കാരണം ജയിലിൽ കിടക്കേണ്ടി വന്നവനാണ് ഗോകു. അവനും സച്ചിയും ക്ഷമിക്കാൻ തയ്യാറായാൽ ജീവൻ രാജിനെതിരെയുള്ള കേസ് നമുക്ക് പിൻവലിക്കാൻ നോക്കാം. ഗോകുലേട്ടൻ ക്ഷമിക്കാൻ തയ്യാറാവുന്ന എന്റെ വിശ്വാസം. അത് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. പിന്നെ സച്ചി സാറിനോട് അച്ഛൻ സംസാരിക്കണം. പ്ലീസ് അച്ഛ, ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യമല്ലേ. നാളെ ഒരുപക്ഷെ ജീവൻ രാജ് ഒരു ജില്ലയുടെ ഭരണാധികാരിയായ കളക്ടർ വരെ ആയിക്കൂടാന്നില്ലല്ലോ. അങ്ങനെ ഒരാൾ ഒരു കേസിന്റെ പേരിൽ തടഞ്ഞു വെക്കുന്ന ശരിയാണോ? അച്ഛൻ സച്ചി സാറിനോട് ഒരു വാക്ക് പറഞ്ഞ ജീവൻ രാജിന് തുടർന്ന് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അച്ഛൻ അത് ചെയ്യണം. സമയവും സാഹചര്യവും ഒക്കെ നോക്കി ഞാൻ സച്ചിയോടൊന്ന് സംസാരിക്കും. പക്ഷേ നീ എനിക്കൊരു ഉറപ്പ് തരണം. ജീവൻ രാജുമായി പഴയ പോലൊരു സൗഹൃദം ഇനി നിനക്കുണ്ടാവരുത്. അത് ഒരിക്കലും സച്ചിക്കും ഗോകുലിനും സഹിക്കില്ല. എന്താ, അങ്ങനെയല്ലേ? ശരി അച്ഛ, അയാളെ രക്ഷപ്പെടണമെന്ന് മാത്രമേ എനിക്കുള്ളൂ.